പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കി തന്ന വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. നാം കരഞ്ഞു വിലപിച്ച സമയങ്ങൾ, ചിലരുടെ ദുഷികളും പരിഹാസ വർത്തമാനങ്ങളും കേട്ട് ഹൃദയം പൊട്ടി കരഞ്ഞ ചില സമയങ്ങൾ കാണും. അതിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുന്ന, പരിഹസിച്ചവരുടെ ദുഷിച്ചവരുടെ മുൻപിൽ മാനിക്കുന്നൊരു ദൈവമുണ്ട്. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവളെ മുഷിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ പരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് വായിച്ചു കേട്ടത്. നിരവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഹന്നയ്ക്ക് മക്കളില്ലാതിരിക്കുമ്പോൾ അവളുടെ വീടിനകത്ത് അവളെ വേദനിപ്പിക്കുന്ന, അവളെ മുഷിപ്പിക്കുന്ന, നിരന്തരമായി അവളെ പഴിച്ചുകൊണ്ടിരുന്ന പെനീന, അതിൻ്റെ നടുവിൽ അവൾക്ക് ആശ്രയം ഹന്നയ്ക്ക് കണ്ണുനീരോടെ പറയുവാൻ എൽക്കാനയോട് പറയുന്നതിലും അധികം, പുരോഹിതനോട് പറയുന്നതിലും അധികം ഹന്ന ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അവളുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത ഇങ്ങനെയാണ് കാണുന്നത്: മനോവ്യസനത്തോടെ കരഞ്ഞു. മനോവ്യസനത്തോടെ. എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും ചില വേദനകളും ചില പഴികളും ദുഷികളും കേട്ടിട്ട്, ഹന്നയ്ക്കിവിടെ മക്കളില്ലാത്തതിൻ്റെ പരിഹാസമായിരുന്നു, ദുഷികളായിരുന്നു കേട്ടത്. എന്നാൽ ഓരോ വ്യക്തികൾക്കും പലവിധമായ വിഷയത്തിലാണ് വേദനപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, താങ്കൾ ഏത് വിഷയത്തിലാണ് മനോവ്യസനത്തോടെ ആയിരിക്കുന്നത്? ഏത് വിഷയത്തിലാണ് താങ്കളെ പഴി പറയുന്നത്? താങ്കളൊരു പരാജിതനാണ്, താങ്കളെ കൊണ്ടൊന്നിനും കഴിവില്ല, ഇത്രയും നാൾ എന്തിന് ജീവിച്ചു എന്നു വേണ്ട ഇത്യാദി വാക്കുകൾ പറഞ്ഞ് ഹൃദയത്തെ കത്തികൊണ്ട് മുറിവേൽപ്പിക്കുന്നതിലും അതിഘോരമായി മുറിവേൽപ്പിക്കുന്ന ചില സന്ദർഭങ്ങൾ വെളിപ്പെട്ട് നിൽക്കുകയല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താങ്കളോട് ഇടപെടുന്നൊരു ദൂതുണ്ട്. പരിഹസിച്ചവരുടെ മുൻപിൽ, ദുഷിച്ചവരുടെ മുൻപിൽ താങ്കൾക്ക് മാന്യത തരുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. ആരാണോ ദുഷിച്ചത്, എവിടെയാണോ ദുഷിക്കപ്പെട്ടത്, അവിടെ മറുപടി തരുന്ന ദൈവം, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നൊരു ദൈവമാണ്. ഇവിടെ ആലയത്തിൽ ആണ്ടുതോറും പോകുമ്പോൾ ദൈവസന്നിധിയിൽ ഹൃദയം പൊട്ടി കരയുന്ന ഒരു ഹന്ന, ആ ഹന്നയെ നിരന്തോറും ഏതു സമയത്തും ഹൃദയത്തെ കീറി മുറിക്കുന്ന നിലയിൽ, മുറിപ്പെടുത്തുന്ന നിലയിലുള്ള വാക്കുകൾ പറഞ്ഞ് പെനീനെ എന്ത് ചെയ്തു? മുഷിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ഹൃദയത്തെ കീറി മുറിക്കുന്നത് പോലെ ചില പരാജയങ്ങൾ വന്നു, ചില കടക്കെണികൾ വന്നു കീറി, ചില പ്രതിസന്ധികൾ വന്നു. എന്തു ചെയ്തിട്ടും ഉയരാൻ കഴിയാതെ, എന്തു ചെയ്തിട്ടും ഒരു അഭിവൃദ്ധിയില്ലാതെ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഫലം കാണുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, ഫലം കാണാത്തൊരവസ്ഥ. ഇങ്ങനെയുള്ള നീറിപ്പുകയുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ചിലരോട് ചോദിച്ച് ചിലർ പറയും, ഒരു കയറിൽ അവസാനിപ്പിക്കാൻ വയ്യ, ഒരു വിഷക്കുപ്പിയിൽ അവസാനിപ്പിക്കാൻ വയ്യ. ഇതുപോലെ ദുഷികൾ കേൾക്കുകയാണ്. കർത്താവ് താങ്കളോട് സംസാരിക്കുന്നു. തൊട്ടുമുമ്പത്തെ വേദഭാഗം 5-6 വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഹന്നയ്ക്കോ
അവൻ ഹന്നയെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കുമെന്ന് യഹോവ കൊടുക്കും. എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. പ്രൈസ് ഗോഡ്. ഹന്നെ, ഇത് സ്വാഭാവികമല്ല, ഇത് യാദർച്ഛികമല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. വായിക്കപ്പെട്ടത്, എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. ദൈവം ചില സമയങ്ങളിൽ ചിലത് അടച്ചു വെക്കുന്നത്, ചില വഴികൾ അടയ്ക്കുന്നത്, ചില പ്രതിസന്ധികൾ കൊണ്ടിടുന്നത്, ചില കുരുക്കുകളിൽ ചെന്ന് വീഴുന്നത് നമ്മെ ചിലത് പഠിപ്പിക്കാനും നമ്മെ മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിക്കുന്ന നിലയിൽ മാനിക്കാനുമാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എല്ലാ കുരുക്കിലും ചെന്ന് ചാടണമെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ വായിക്കുന്നത്, എന്നാൽ ദൈവം അവളുടെ ഗർഭം അടച്ചിരുന്നു. എന്തുകൊണ്ടാണ്? രാജ്യത്തെങ്ങും പാടി വാഴ്ത്തുന്ന നിലയിൽ രാജാവ് പോലും, ആമേൻ സ്തോത്രം, ആലോചന ചോദിക്കത്തക്ക നിലയിൽ, രാജാക്കന്മാരെ പോലും വാഴിക്കത്തക്ക നിലയിലുള്ള ഒരു ജനനം അവിടെ ഉള്ളിൽ ഉടലെടുക്കേണ്ടതിന് വേണ്ടി, അതെ, ചിലത് അടഞ്ഞിരിക്കുന്നത്, ചില വഴികൾ തുറക്കാത്തത് ആമേൻ തൽക്കാലത്തേക്ക് മാത്രമാണ്. ചില പ്രതിസന്ധികൾ വന്നത് എന്നേക്കുമായിട്ടല്ല, തൽക്കാലത്തേക്ക് മാത്രമാണ്. എന്നാൽ രാജകീയമായ ചില വഴികളും രാജകീയമായ ചില വാതിലുകളും അങ്ങയ്ക്ക് മുമ്പിൽ തുറക്കാൻ ദൈവസന്നദ്ധനാണ്. കരച്ചിൽ നിർത്തരുത്, പ്രാർത്ഥന നിർത്തരുത്. വിഷമിപ്പിക്കുന്നവർ വിഷമിപ്പിച്ചോട്ടെ, ദുഷിക്കുന്നവർ ദുഷിച്ചോട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിച്ചോട്ടെ, നിന്ദിക്കുന്നവർ നിന്ദിച്ചോട്ടെ. എന്നാൽ താങ്കളുടെ തല ഉയർത്തുന്ന ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടും. വളരെ പ്രാർത്ഥനയോടെ എൻ്റെ തല ഉയർത്തുന്നൊരു ദൈവമുണ്ടെന്ന് ഉറച്ച സ്വരത്തോടെ വിളിച്ചു പറയാനിടയായിത്തീരണം. വളരെ പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, മനോവ്യസനത്തോടെ കരഞ്ഞ ചില നിമിഷങ്ങളെ മറക്കുമാറാക്കുന്നത് പോലെയുള്ള മറുപടികൾ ചലിക്കും. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അടുത്തില്ല. കർത്താവ് വചനങ്ങൾ നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.